നമസ്കാരം. പ്രധാന വാർത്തകൾ. വാളയാറിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. പുലർച്ചെ 2:30 കഴിഞ്ഞാണ് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുപോയത്. മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. 11 മണിക്കുള്ള വിമാനത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. സർക്കാർ ചിലവിലാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. രാംനാരായണന്റെ കുടുംബവും ഇതേ വിമാനത്തിൽ നാട്ടിലേക്ക് പോകും. ജില്ലാ കളക്ടർക്കെതിരെ പരാതിയുമായി മഞ്ചേശ്വരം MLA AKM അഷ്റഫ് മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി. കുമ്പള ടോൾ പിരിവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കെത്തിയപ്പോൾ കാസർഗോഡ് ജില്ലാ കളക്ടർ K ഇമ്പശേഖർ മോശമായി പെരുമാറിയെന്നാണ് പരാതി. ഗൺമാനെ ഉപയോഗിച്ച് സമരസമിതിക്കാരെ ഉൾപ്പെടെ പുറത്താക്കാൻ ശ്രമിച്ചുവെന്നും കളക്ടർ ടോൾ പിരിവിന് അനുകൂലമായി നിലപാടെടുക്കുന്നുവെന്നുമാണ് AKM അഷ്റഫിന്റെ ആരോപണം. ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് ടോൾ പിരിക്കാനുള്ള ശ്രമത്തിലാണ് പ്രതിഷേധം. ഈ മാസം 20-ന് ടോൾ പിരിവ് തുടങ്ങാനുള്ള ശ്രമം തടയും. അതേസമയം പ്രചരിക്കുന്നത് തെറ്റായ വിവരങ്ങളാണെന്നും കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുമാണ് ജില്ലാ കളക്ടറുടെ വിശദീകരണം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം പുരാവസ്തുക്കടത്തിലേക്കും നീങ്ങുന്നതായി സൂചന. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നുള്ള സൂചനയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇതിലാണ് ഞെട്ടിക്കുന്ന വിവരമുള്ളത്. ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതായാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വാങ്ങിയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ സ്വദേശികളായ D മണിയെന്ന ആളെന്നും വ്യവസായി മൊഴി നൽകി. നെടുമങ്ങാട് അഴീക്കോട് ഗ്യാസ് അടുപ്പ് കത്തിക്കുന്നതിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 2ാമത്തെ ജീവനക്കാരിയും മരിച്ചു. പാലോട് പ്ലാവറ സ്വദേശി രാജിയാണ് രാത്രി 12ഓടെ മരിച്ചത്. ഇന്നലെ പുലർച്ചെയാണ് രാജിക്കൊപ്പമുണ്ടായിരുന്ന സിമി സന്തോഷ് മരിച്ചത്. അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അഴീക്കോട് സ്വദേശി നവാസ് ശനിയാഴ്ച രാത്രി മരിച്ചിരുന്നു. സംഭവ ദിവസം ഇവർ 3 പേർക്കുമാണ് പരിക്ക് പറ്റിയത്. എല്ലാവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 14-ാം തീയതിയാണ് അപകടമുണ്ടായത്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. DGPയുടെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും ശുപാർശകൾ അംഗീകരിച്ച് ഇന്നലെയാണ് സർക്കാർ അനുമതി നൽകിയത്. നടിയെ ആക്രമിച്ച കേസിലെ നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ തള്ളിയത് നിസ്സാര കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണെന്നാണ് DGPയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ചൂണ്ടിക്കാട്ടുന്നത്.